ഞാൻ കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇടനാഴി സാർത്ഥകമാകണമെങ്കിൽ ഇടനാഴിയിൽ വ്യവസായ സംരംഭങ്ങൾ വരണം. ഇവർ അനുവദിക്കുന്ന ഈ പറയുന്ന സെമി കണ്ടക്ടർ പ്ലാന്റുകളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ പ്രയോജനം കിട്ടണം. ഇവർ പറയുന്ന ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഒക്കെ കൊടുത്തിട്ടുള്ള കമ്പനികൾ എവിടേക്കാണ് പ്ലാന്റുകളുമായി പോകുന്നതെന്നുള്ള കാര്യം പരിശോധിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പറയുന്ന രണ്ട് മാന്യ വ്യക്തികൾ, ഈ ശ്രീധരൻ അതുപോലെ സുരേഷ് ഗോപി, ഈ രണ്ടു പേരെ ഇവരിപ്പോൾ കോമാളികളാക്കുകയല്ലേ ചെയ്തത്? അത് ഞങ്ങളാണോ അവരെ കോമാളികളാക്കിയത്? ഈ സർക്കാരല്ലേ? ഒരു പക്ഷേ രാജ്യസഭയിൽ നടന്ന ഒരു ചർച്ചയുടെ ഒരു ചെറിയ ഇതൾ ഞാൻ പറയാം. അതായത് സുരേഷ് ഗോപി ടൂറിസം സർക്യൂട്ടുകൾ വ്യാപകമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് വന്ന ബജറ്റിൽ ഒരു സർക്യൂട്ട് പോലും കേരളത്തിന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലയോ ധനമന്ത്രി, നിങ്ങൾ ഞങ്ങളുടെ MPയെയാണ് അപമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, ഇനിയും ബജറ്റുകൾ വരൂ എന്നുള്ളത്. എപ്പോഴെങ്കിലും വന്നോ? അതുപോലൊരു അപമാനകരമായിട്ടുള്ള ഒരു സമീപനമല്ലേ ഇവർ രണ്ട് മാന്യ വ്യക്തികളോട് കാണിച്ച്. ഇനി ഞാൻ ഈ ബജറ്റിൽ നിന്ന് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും വ്യക്തിയായിരുന്നു ഒരു പ്രധാനമന്ത്രി എങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ട ഒരു സാഹചര്യം എന്താകുമായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഒരു കണക്ക് ഞാൻ പറയാം. കഴിഞ്ഞ ബജറ്റിലെ ചർച്ചകൾ മുഴുവൻ ചുറ്റിക്കറങ്ങിയത് പ്രധാനമന്ത്രിയുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. അതായത് ഇത്ര ആൾക്കാർക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കും. അതിനുവേണ്ടി നീക്കിവെച്ച തുക എത്രയായിരുന്നു അറിയോ? 10,833 കോടി. ആ 10,831 കോടി രൂപയിൽ എത്രയാണെന്നറിയോ ഈ സർക്കാർ ചെലവഴിച്ചത്? 531 കോടി രൂപ മാത്രം. അതായത് 9,500 കോടി രൂപ ചെലവഴിച്ചില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇതുപോലെ അവഹേളിക്കുന്ന ഒരു സമീപനം ഏതെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ ബജറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ സ്ഥിതിവിവര കണക്കുകളാണ് പറയുന്നത്. എൻ്റെ സ്നേഹിതൻ പ്രേമചന്ദ്രൻ കാഷ്യൂവിനെ കുറിച്ച് പറഞ്ഞു. പ്രേമചന്ദ്രൻ ഹൈ വാല്യൂ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്നുള്ള പട്ടികയിൽ ഇവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന തുക കേവലം 350 കോടി രൂപ മാത്രമാണ്. അതായത് നാളികേരത്തിനും കാഷ്യൂനും അതുപോലെ കൊക്കോയ്ക്കും അതുപോലെ സാൻഡൽവുഡിലും കൂടി ചേർത്തിട്ട് ആ 350 കോടി രൂപയെ ഒന്ന് വീതിച്ച് നോക്കിയാൽ എത്രയായിരിക്കും കർഷകർക്ക് കിട്ടുക? അതുകൊണ്ട് ഇവരുടെ ഈ കസർത്തിന് അപ്പുറത്തുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ ഈ കണക്കുകളെ സ്ഥിതിവിവര കണക്കുകൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എൻ്റെ BJP സുഹൃത്ത് ഈ കണക്കുകളിലെ സ്ഥിതിവിവര കണക്കുകളിലേക്ക് പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.